ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായതും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഓറഞ്ച് പുഡിംഗ് ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഓറഞ്ചാണ് ഇതിന് വേണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓറഞ്ചിൻ്റെ തോലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് അതിനെ നല്ല നീറ്റാക്കി എടുക്കാം. ഓറഞ്ചൊക്കെ സീസൺ സമയത്ത് ഇഷ്ടംപോലെ കിട്ടും. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ പല ഐറ്റങ്ങളും ഉണ്ട് നമുക്ക് ഓറഞ്ചും കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സീസൺ സമയത്തൊക്കെ വളരെ വില കുറച്ചിട്ട് ഓറഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നോക്കി വാങ്ങിയിട്ട് നമുക്കിതുപോലെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ഇതായിരിക്കും. കാരണം നല്ല വിറ്റാമിനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് ഓറഞ്ച്. കുട്ടികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരു സ്വീറ്റ് കണ്ടൻറ്റൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ജെല്ലിയോ അതുപോലെ പുഡിങ്ങോ കേക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടും. ഓറഞ്ച് ചില കുട്ടികൾക്കുണ്ടാവും ഓറഞ്ച് പ്രത്യേകിച്ച് അങ്ങനെ ഫ്രൂട്ട്സ് എന്നുള്ള നിലയിൽ കഴിക്കാത്തവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മോഡലിലൊക്കെ ഓറഞ്ചിൻ്റെ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നീറ്റായിട്ട് ഓറഞ്ചൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചു. അതിനുശേഷം മാറ്റിവെച്ച ഓറഞ്ചിൻ്റെ തൊലിയൊന്നും വെറുതെ കളയരുത്. കാരണം അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് പിന്നീട്. ഇതേപോലെ കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും ഓറഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് വെയിലത്ത് കുറച്ച് ദിവസം വെയിലത്ത് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതുപോലെ തന്നെ കേക്കും അതുപോലെ എന്തെങ്കിലും ഓറഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പൗഡർ പോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. നല്ലൊരു സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള സീഡും ഒക്കെ ഉണ്ടാവും. ചില ഓറഞ്ചിനൊക്കെ വളരെ കൂടുതലായിട്ട് സീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ജ്യൂസ് പോലെ ആക്കിയെടുക്കണം. ഇതിന് മുമ്പേ നമ്മളുടെ പുഡിംഗ് ബോൾസ് ഉണ്ടാക്കുന്നതിന് മുമ്പേ അത് ഒരു ജ്യൂസ് മോഡലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വേണം നമ്മൾ പുഡിംഗ് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സീഡും കാര്യങ്ങളൊക്കെ ജ്യൂസ് ആക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കയ്പ്പ് രസം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ ആ ഓറഞ്ച് ജ്യൂസ് നമ്മൾ റെഡിയാക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ഓരോ പെറ്റൽസും ഒരു സിസർ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഭാഗം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് സുഖമായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ജ്യൂസ് ആക്കുന്നതിനാവശ്യമായ ഓറഞ്ചൊക്കെ സീഡൊക്കെ റിമൂവ് ചെയ്ത് നല്ല നീറ്റാക്കി റെഡിയാക്കി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാ ഓറഞ്ചുകളും ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നീറ്റാക്കി വെച്ചത് വളരെ കുറച്ച് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഓറഞ്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അതിനുള്ളിൽ ചെറിയൊരു കട്ട കെട്ടിയിട്ടോ അങ്ങനെ ഒന്നും പാടില്ല. എല്ലാം നല്ലൊരു ലിക്വിഡായിട്ട് തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സറിലോ അതുപോലെ തന്നെ ബ്ലെൻഡറിലോ നമുക്ക് അത് കുറച്ചെടുത്തിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അത് ഒരു ബ്ലെൻഡറിലിട്ടിട്ട് അരയുന്നുണ്ട്. നല്ല ഷാർപ്പുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അരഞ്ഞു കിട്ടുന്നതാണ്.
ഇനിയിപ്പോൾ ഈ അരച്ചതും ഇനിയും കുറച്ചും കൂടെ നമുക്കൊരു അതിലുള്ള നാരോ അതുപോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്കൊരു ഒരു ബോൾസ്, ആ ഒരു ജെല്ലി ബോൾസ് അല്ലെങ്കിൽ പുഡിംഗ് ബോൾസ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൽ നാരോ കാര്യങ്ങളോ, ഓറഞ്ചിലൊക്കെ ഇഷ്ടംപോലെ ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫൈബേഴ്സ് വളരെ നല്ലതാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് അരിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഫൈനായിട്ട് എന്ത് ചെയ്യുക, ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. ഓറഞ്ച് ബ്ലെൻഡറിലിട്ടിട്ട് നമ്മളത് ജ്യൂസാക്കി എടുത്ത സമയത്ത് ഒരു ലിറ്ററോളം, 1 ലിറ്റർ ഇല്ലെങ്കിലും അതിൽ കുറച്ചൊരു കുറവായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസിൻ്റെയും കൂടെ 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർക്കണം. ആ ചേർത്ത് മിക്സായതിന് ശേഷം ഇപ്പോൾ കാണുന്നത് പോലെ ഒരു പാനിൽ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് 1.5 കപ്പ് പഞ്ചസാര ഇടുക. അതിനുശേഷം ഒരു 16 ഗ്രാം ചൈന ഗ്രാസും കൂടെ നമ്മളതിൽ മെൽറ്റ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസൊന്നും അത്ര ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും നമ്മളിത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നൊരു എന്താ പറയുക, ഒരു ഡിസേർട്ടായിട്ടോ അങ്ങനെയൊക്കെ കഴിക്കുന്നൊരു സാധനമല്ലേ. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചൈന ഗ്രാസ് നമ്മളുടെ ഒന്ന് ഫുഡ് ഐറ്റത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ജെലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഇതൊന്നും നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന ഗ്രാസ് ഇതിൽ ഒരു 16 ഗ്രാം ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് അത് അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ളത്, അതുപോലെ ചൈന ഗ്രാസും അതുപോലെ തന്നെ അത് കട്ട കെട്ടി നിൽക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ആ ചൂടോടുകൂടി തന്നെ, ഇപ്പോൾ നല്ലൊരു ചൂടുള്ള ആ ഒരു സ്റ്റേജിലുള്ളത്, ആ ഒരു ചൂടോടുകൂടി തന്നെ ഈ ഒരു ബോൾസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ മോൾഡ് എനിക്ക് ഓൺലൈനിലാണ് ഞാൻ വാങ്ങിയത്. ഇങ്ങനെയുള്ള 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ആ ഒരു സമയത്ത് ഓഫറൊക്കെ വന്ന സമയത്താണ് ഞാനിത് വാങ്ങിയത്. വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിതുപോലെ തന്നെ ജെല്ലി ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ ജ്യൂസ് ചൂടോടുകൂടി തന്നെ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് ലെവലിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. തീരെ കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോൾസിന് ഷേപ്പ് ഉണ്ടാവില്ല. മുകൾ ഭാഗത്തേക്ക് ആ ഒരു ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ അടപ്പുണ്ടല്ലോ, അത് നല്ലൊരു പ്രസ് ചെയ്തിട്ട് നമ്മളവിടെ വെച്ച് കൊടുക്കണം. ഈ പറയുന്ന ഹോളിലേക്ക് കൂടിയൊക്കെ ആ ഒരു ജ്യൂസ് ചിലപ്പോൾ ഇതുപോലെ പുറത്തേക്ക് വരും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ആക്കി വെക്കണം എന്തായാലും, എങ്കിൽ മാത്രമേ അത് ഫില്ലായി എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ആ ബോൾസൊക്കെ നല്ല ഫിനിഷിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്കിതൊരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പുറത്ത് വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഷേപ്പിലേക്ക് നമുക്ക് ബോൾസ് കിട്ടുന്നതായിരിക്കും. എന്നാൽ പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ 2-3 ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ വേറെ ഒന്നാണ് ഇതും അതുപോലെ തന്നെ ബോൾസിൻ്റെ കുറച്ച് ഒരു വലിയ മോഡൽ. കുറച്ച് നേരത്തെ കാണിച്ചത് വൈറ്റ് കളർ ഉള്ളത് ചെറുതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ള ബോൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, എപ്പോഴും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു സ്വീറ്റൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ, അതെപ്പോഴും എന്തെങ്കിലും ഐസ്ക്രീമോ അല്ലെങ്കിൽ ഡിസേർട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ചൂടുള്ള പായസമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് പകരം എപ്പോഴും നമ്മൾ ഒരേ ഒരു ഇങ്ങനത്തെ തന്നെ ചെയ്യുന്നതിന് പകരം കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നവർക്കും നല്ലൊരു എന്താ പറയുക ഒരു ഇതായിരിക്കും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങുക, അതുപോലെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു മോൾഡിലും ഞാൻ ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇതുപോലെ ആ ഒരു ഹോളിലേക്കൂടെ ഇത് വരുന്നത് പോലെ നമ്മൾ പ്രസ് ചെയ്ത് വെക്കണം. അതിനുശേഷം അതും ഒരു 1.5-2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം.
ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂർ, കൃത്യമായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് എടുത്തു നോക്കുകയാണ് എന്തായി എൻ്റെ സ്ഥിതിയെന്ന്. ആയിട്ടുണ്ടാവും എന്തായാലും, അത്രേ ആവശ്യമുള്ളൂ, സമയം ആവശ്യമുള്ളൂ. സാവധാനം ഞാനതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ മോൾഡിൽ ഒഴിച്ച് വെച്ച ആ ഒരു ബോൾസും നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഷേപ്പായിട്ടുണ്ട്. ഇത് രണ്ടും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് സമയം ഒഴിച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള ജെല്ലീൻ്റെ ഒരു ചെറിയ പീസൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. അതുപോലെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു.